വിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ സീസൺ മാറിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഗെയിം എടുത്ത് ഇപ്പോൾ റാങ്ക് പുഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതെൻ്റെ പുതിയ ചാനലാണ്, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ ചാനലായതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും ഗെയിം പ്ലേ വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. മാക്സിമം നിങ്ങൾ നല്ല രീതിക്ക് ലൈക്കും സബ്ബും ചെയ്യുക മാക്സിമം, കാരണം ഇതെൻ്റെ പുതിയ ചാനലും കൂടെ ആണല്ലോ. അപ്പം നമ്മൾക്ക് ഒരു കില്ലിന് വേണ്ടി നമ്മൾ നടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഗണ്ണ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് മറ്റേ ഗണ്ണിൻ്റെ ഗെയിം എനിക്ക് വലിയതായിട്ട് അറിയത്തില്ല. കാരണം നിങ്ങൾക്കറിയണമെന്ന് കമൻറ്റ് ചെയ്തു. ലൂട്ട് സെറ്റ് ചെയ്താൽ, അതായത് നമുക്ക് നല്ല രീതിക്ക് ലൂട്ട് സെറ്റ് ആയാലേ നല്ല രീതിക്ക് ഫൈറ്റ് എടുക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ വലിയ പ്ലെയറൊന്നുമല്ല, എന്നാലും അത്യാവശ്യം കളിക്കുന്നൊരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹീറോയ്ക്ക് അടിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്ത് നമ്മൾ ഇടാൻ വേണ്ടിയിട്ടിരുന്നിരുന്നു. അപ്പോഴത്തേക്ക് ചെറിയൊരു പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഇടാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഫയലിൽ നിന്ന് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. 7th ആനിവേഴ്സറിക്ക് വന്നൊരു ബോക്സ് ഉണ്ടല്ലോ, മറ്റേ ഗിഫ്റ്റ് പെട്ടി പോലെ, അത് പൊട്ടിച്ച് M4A1 എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ ആ ഒരു എനിമിയെ ഞാൻ സ്പോട്ട് ചെയ്തിരുന്നു. അങ്ങനെ M4A1 വെച്ച് ഡാമേജ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ബ്ലൂ ഇട്ടു. നമ്മൾ പതുക്കെ റഷ് ചെയ്ത് കയറുമ്പോഴത്തേക്ക് പിന്നെയും ഡാമേജ് കൊടുത്തിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ ചാവുമെന്ന്. അപ്പോഴത്തെ ഭാഗ്യത്തിന് ചത്തില്ല. വീണ്ടും നമ്മൾ അവനെ റഷ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫാണ് 39 ഉള്ളായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ അവനെ ഒരു 2-3 അടിയും കൂടി അടിച്ചപ്പോഴത്തേക്ക് അവനങ്ങ് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവൻ്റെ ലൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. നമുക്ക് ഈ ഒരു കളി ബൂയ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വലിയ കില്ലെടുക്കണമെന്നില്ല, എൻ്റെ ഒരു ബൂയ എടുക്കുക എന്നൊരിതുണ്ടായിരുന്നു. ഞാൻ അപ്പോഴത്തേക്ക് അവൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. അവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ലൂട്ട് സെറ്റാക്കാൻ വേണ്ടി പോവുകയായിരുന്നു. M4A1 ട്രിപ്പിൾ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യമാണ്, കാരണം നല്ല രീതിക്ക് ഡാമേജ് M4A1 ട്രിപ്പിളിന് കയറുന്നതാണ്. ഇതിൽ വലിയ പ്രൊഫഷണൽ അക്കൗണ്ടൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നിനും വലിയ സ്കിന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ സ്കിന്നൊന്നും ഇല്ലാതെ കളിച്ച് പഠിച്ച രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നതും. നമ്മളധികം ഈ അക്കൗണ്ടിൽ നമ്മളധികം ടോപ്പപ്പ് ചെയ്യാറില്ല. എൻ്റെ ഈ ഒരു അക്കൗണ്ടേ ഉള്ളൂ, പിന്നെ ഒരു ന്യൂബ് അക്കൗണ്ടുണ്ട്. അപ്പം ആ അക്കൗണ്ട് വലുതായിട്ട് കളിക്കാറില്ല. നമ്മൾ വലുതായിട്ട് കളിക്കാറില്ല, കാരണം ഈ അക്കൗണ്ടിൽ തന്നെയാണ് ഞാൻ പണ്ട് തൊട്ടും കളിച്ച് ശീലിച്ചതും എപ്പോഴും കളിക്കുന്നത്. പിന്നെ മറ്റേ അക്കൗണ്ടിൽ നല്ല രീതിക്ക് കില്ലെടുക്കാം എന്നൊക്കെ കരുതി നല്ല രീതിക്ക് ഫൈറ്റ് എടുക്കുന്ന അപ്പോൾ എനിക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ടും കൂടി എടുത്തതാണ്. ഇതിൽ ഏറ്റവും കൂടുതലും ട്രെയിനിങ്ങും വലിയ കാര്യങ്ങളൊന്നും കളിക്കാറില്ല. റൂമും അങ്ങനെയുള്ള കാര്യങ്ങളും ഈ BR റാങ്ക് പുഷിങ് CS പുഷിങ്ങൊക്കെ ഞാൻ കളിക്കാറുള്ളൂ. അപ്പോൾ മറ്റേ അക്കൗണ്ട് ചുമ്മാ നല്ല രീതിക്കൊന്ന് പ്രാക്ടീസ് ആവാനും വേണ്ടിയിട്ട് എടുത്തതായിരുന്നു, സ്കിന്നൊന്നും ഇല്ലാത്ത കണ്ണിൽ. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, അപ്പോൾ ഇവൻ ഈ അക്കൗണ്ട് എടുത്ത് കളിക്കും. അപ്പോൾ ഇതിൽ ഹോർണർ സ്കോറൊക്കെ കുറച്ച് കേക്ക് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അവനും കൂടെ വേണ്ടിയിട്ട് എടുത്തൊരു അക്കൗണ്ടാണത്. ഞാൻ വലിയ പ്രൊഫഷണൽ ഗെയിമറൊന്നും അല്ല, എന്നാലും മാക്സിമം കളിക്കുന്ന രീതിയിൽ ഞാൻ കളിക്കാറുണ്ട്. പിന്നെ എൻ്റെ പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പം പുതിയ ചാനലിൽ ഇനിയും വീഡിയോ വരണമെങ്കിൽ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ ലാഗടിക്കാൻ സാധ്യതയാണ്, കാരണം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ പോകേണ്ടി വരും. പിന്നെ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് നിർത്തി അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം ഈ വീഡിയോയ്ക്ക് കാണും. അപ്പോൾ നമ്മൾ ഇനി വരും വീഡിയോകളിൽ അത് മാറ്റിയെടുക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും ഗെയിം കളിക്കാറില്ല, കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ എക്സാമൊക്കെ അടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വീഡിയോസ് ഇടാറില്ല. അപ്പം നമ്മൾ അടുത്ത എനിമിയെ തപ്പുമായിരുന്നു അടുത്തൊരു കില്ലെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും എനിമിയെ കണ്ടിട്ടൊന്നുമില്ല, ആകെപ്പാട് കിട്ടിയൊരു കില്ലാണ്. സാധാരണ BR കളിക്കുമ്പോൾ വലിയ കില്ലും കാര്യങ്ങളൊന്നും എടുക്കാറില്ല. ഒരു കില്ലെങ്കിൽ ഒരു കില്ല്, അല്ലെങ്കിൽ 2 കില്ലെങ്കിൽ 2 കില്ല്. മാക്സിമം ബൂയ അടിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. ഇനി തൊട്ട് നമ്മൾ കില്ലെടുക്കാനും കൂടെ ശ്രമിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്തായാലും ബൂയയ്ക്കാണ് ശ്രമിക്കുന്നത്, വലുതായിട്ട് കില്ലെടുക്കാനായിട്ട് നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ഒരു എനിമിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എൻ്റെ ഒരു മനസ്സ് പറഞ്ഞു. അതാണ് ഞാൻ ഇപ്പോൾ ഒരു എനിമിയും കൂടെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വോയിസ് റെക്കോർഡിങ്ങും വീഡിയോ റെക്കോർഡിങ്ങും രണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ നമുക്ക് ഗെയിമിൻ്റെ വോയിസ് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, അതായത് ഗെയിമിൻ്റെ വെടിവെക്കുന്ന സൗണ്ടും ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ രണ്ടായിട്ട് ചെയ്തേക്കുന്നുണ്ട്. തന്നെ വെച്ച് പാടാണ്. നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ നേരെയാക്കാൻ ശ്രദ്ധിക്കുന്നതാണ്. ഈ ചാനൽ ഇപ്പോൾ തുടങ്ങിയതല്ല, 2-3 വർഷം അത് ഇത് തുടങ്ങിയിട്ട്.
അപ്പോൾ ആ തുടങ്ങിയ സമയത്ത് 2 വീഡിയോ, അതായത് നമ്മുടെ അതിലുള്ള പാട്ട് വെച്ച് എഡിറ്റ് ചെയ്തൊരു വീഡിയോ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൽ കയറി എനിക്ക് കാണാൻ പറ്റും. ചാനലിൽ കയറി നമുക്ക് നല്ല രീതിക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. പിന്നെയാണ് ഈ ഒരു വീഡിയോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മ ഉണ്ട്. അത് നിങ്ങളുടെ ആദ്യമേ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ എൻ്റെ അക്കൗണ്ട് ഒന്ന് വലുതാക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ചെറുതായിട്ട് സബും ചെയ്യുക, ലൈക്കും ചെയ്യുക. വീഡിയോയുടെ താഴെ തന്നെ ആയിട്ട് ഞാൻ എൻ്റെ ഗെയിമിങ്ങിൻ്റെ തന്നെ അക്കൗണ്ടായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലും കയറി എല്ലാവരും മാക്സിമം ഫോളോ ചെയ്യുക. പിന്നെ ഇതിൽ വലിയ സബും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഞാൻ തുടങ്ങിയിട്ട് ഇതങ്ങനെ വലിയ വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ ആർക്കും ഞാൻ ഷെയറും ചെയ്ത് കൊടുത്തിട്ടില്ല ഇതിലൊന്ന് സബ് ചെയ്യുമെന്നും പറഞ്ഞ്. ഇനി തൊട്ട് സബിന് ഞാൻ കയറ്റാം. നിങ്ങളും കൂടെ ഒന്ന് സബ് ചെയ്യുന്നൊരു യൂട്യൂബ് ചാനൽ വേണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു പുറത്ത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ വീടിൻ്റെ ഹാളിലിരുന്നാണ്. അപ്പം വെളിയിൽ കിളി കരയുന്ന സൗണ്ടൊക്കെ ഈ റെക്കോർഡിങ് കേൾക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യം, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിപ്പോൾ ആ ഒരു പോരായ്മയുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക, അത് ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കും. ഞാൻ മാക്സിമം ഈ വീഡിയോയ്ക്ക് ഒരു 10 ലൈക്ക്, അതായത് വെറും 10 ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളത് തരുമെന്ന് തോന്നുന്നു. തരണം, കാരണം എൻ്റെ ഇതൊരു പുതിയ ചാനലല്ലേ, നമുക്ക് ലൈക്ക് അടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ റഷ് ചെയ്ത് മറ്റേ ബോക്സിങ് ജിമ്മിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു എനിമി ഓടുന്നതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്ക് അവനെ അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ നമ്മൾ റഷ് ചെയ്യുമായിരുന്നു, കാരണം ലാസ്റ്റ് സോൺ നമുക്ക് അടുത്തിരുന്നു. കാരണം ലാസ്റ്റ് സോണായി, കാരണം ഇപ്പോൾ എനിമിയൊക്കെ റഷ് ചെയ്ത് മണ്ടയ്ക്കോട്ട് വരാൻ നല്ല സാധ്യതയുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എനിമീസ് കയറി വരുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു. ഇവിടെ ഒന്നും ഒരു മരവാഴയില്ല. സാധാരണ ഈ സ്ഥലത്ത് എനിമി നല്ല രീതിക്ക് റഷ് ചെയ്ത് കയറി വരേണ്ടതാണ്, കാരണം ഈ ഒരു സൈഡിലോട്ടാണ് ലാസ്റ്റ് സോൺ വരുന്നതെങ്കിൽ നല്ല രീതിക്ക് റഷ് ചെയ്ത് കയറി ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അപ്പുറത്തൊരു ഫൈറ്റ് കിടക്കുന്നതായിട്ട് ഞാൻ കേട്ടു. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ വലുതായിട്ട് എനിമിയൊന്നും കണ്ടില്ല. നമ്മുടെ കൺമുന്നിൽ ഒരു എനിമി കണ്ട മാക്സിമം ഞാൻ അവനെ അടിച്ച് തീർക്കാൻ, അത് കില്ലെടുക്കാൻ നോക്കും. കാരണം പ്ലസ് കിട്ടുക, കാരണം അത്രയും പ്ലസ് കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് മാക്സിമം നോക്കുന്ന ബൂയി അടിക്കാനാണ്. ബൂയി അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അവസാനം അറിയാത്തുള്ളല്ലോ. പക്ഷേ അവിടെ ഒരു എനിമിയെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവനെ അടിച്ച് അവനവിടെ ഓടി കഴിഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ ഓപ്പണിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ, കാരണം അവിടുന്ന് വേറെ എനിമി റഷ് ചെയ്ത് കയറി വരുന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിക്ക് നമുക്ക് അടി കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഓടി നോക്കും, അവനെ വിട്ടേക്കാം. കാരണം അവനെ വേറെ ആരെങ്കിലും കൊന്നാൽ തന്നെ നമുക്ക് ബൂയി അടിച്ചാൽ മതി. ബൂയി അടിക്കുക എന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ അപ്പുറത്ത് നല്ല ഫൈറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് നോക്കുവാണ് എനിമിയെല്ലാം വരുന്നുണ്ടോ എന്ന് നോക്കുവാണ്. അപ്പോൾ ഞാൻ ജിം ബോക്സിനകത്ത് നല്ല രീതിക്ക്, ബോക്സിങ് ജിമ്മിനകത്ത് നല്ല രീതിക്ക് ഫൈറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെറുതായിട്ട് റഷ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ താണ്ടൊരു എനിമി. അപ്പോൾ ഞാൻ അവന് നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവൻ നല്ല ഒരു രീതിക്ക് ഗ്ലൂ വാൾ ഇട്ടു. അപ്പോൾ അവനെ ആരോ കില്ല് ഫിനിഷ് ചെയ്തു. ഞാൻ അവിടുന്ന് മാക്സിമം ഓടി രക്ഷപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ അവിടെ നമ്മളെ ചുറ്റും എനിമിയാണ്, കണ്ടോ, നമ്മളെ ചുറ്റും എനിമിയായിരുന്നു. നമുക്ക് അവിടെ ഒരു ഡ്രോൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലായി, ചുറ്റും എനിമിയായിരുന്നു. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൂയ നഷ്ടപ്പെടും. മാക്സിമം നമ്മൾ ബൂയ അടിക്കാനാണ് നോക്കുന്നത്, കില്ലടിക്കാനില്ല. അപ്പോൾ നമുക്ക് രണ്ടാമതൊരു കില്ല് കിട്ടിയിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് അവിടെ നിന്ന് റഷ് ചെയ്ത് ഓടുന്നു, അതായത് സോണിന് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ഓടുകയായിരുന്നു. ഞാൻ അവിടെ ഗ്ലൂ വാളിട്ട് ഞാൻ തിരിച്ച് ഓടി, കാരണം അവൻ പോകുന്നേ പോട്ട്, കാരണം വേറൊരുത്തം വന്ന് നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ തീരും. കാരണം അപ്പോഴത്തേക്ക് നമ്മളെ പുറകിൽ നിന്ന് അവൻ നമ്മളെ സ്കോപ്പ് ചെയ്ത് അടിക്കുന്നു കേസ്. കൂടുതൽ നമ്മൾ ഈ ഡാമേജ് കൊടുത്തിട്ട് ഓടുന്ന കാര്യം എന്ന് വെച്ചാൽ, കാരണം നമ്മൾക്ക് ബൂയി അടിക്കുക എന്നൊരിതുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവനാണെങ്കിൽ നമ്മളെ പുറകെ വന്ന് നമ്മളെ അടിക്കാൻ നോക്കുമായിരുന്നു. പക്ഷെ അവന് ഞാൻ നോക്കാൻ നേരത്ത് അവൻ കയറി വരുന്നതായിട്ട് ഞാൻ കണ്ടൊന്നുമില്ല. അവിടെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. അവൻ്റെ അവൻ വേറെ എങ്ങോട്ടെങ്കിലും ഓടിക്കാണും. നമ്മളിവിടെ നിന്ന് എന്തായാലും ഓടും, കാരണം ഇവിടെ ഒരു എനിമി ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എന്തായാലും ഓടി പോവുകയാണ്. കാരണം ലാസ്റ്റ് ഫൈനൽ ഫൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി 4 അലൈവും കൂടെ ഉള്ളായിരുന്നു. ഞാൻ ഈ ഓടിപ്പോകുമ്പോൾ തന്നെ നിങ്ങൾ ഇവൻ എന്ത് കില്ലെടുക്കാതെ ഓടിപ്പോകുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വലുതായിട്ട് കില്ലെടുക്കണമെന്നില്ല, കാരണം മാക്സിമം ബൂയി അടിക്കുക എന്നൊരു മൈൻഡിലാണ് ഞാൻ ഈ ഗെയിം കളിക്കുന്നത് തന്നെ. മാക്സിമം ബൂയി അടിക്കുക, വലുതായിട്ട് കില്ല് വേണ്ട, ഒരു കില്ലെങ്കിൽ ഒരു കില്ല്, അങ്ങനെയാണ് ഞാൻ കളിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇവൻ നൈസായിട്ട് കില്ലെടുക്കാൻ പറ്റുന്നില്ല, ഇവൻ കില്ലെടുക്കാതെ ഓടിപ്പോകുന്നു. കാരണം
നമ്മൾ മാക്സിമം ഡാമേജ് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് 3 അലൈവ് ആയിട്ടുണ്ടായിരുന്നു. കാരണം 3 അലൈവ്, അതായത് സോണിങ് ചെറുതായി ലാസ്റ്റ് സോണിലെത്തി എത്തി. പിന്നെ ഞാൻ സോണിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഓടിയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് മണ്ടയ്ക്ക് നല്ല അടി കിടക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്ന് ഒരു കില്ല് കുമ്മിയാലോ എന്ന് ഒരു ഇതിൽ വെച്ച് കയറി. കാരണം കില്ല് വേണ്ട എന്ന് വെച്ചിരുന്നത് കാരണം ലാസ്റ്റ് സോണാണ്. കാരണം ഇതിൻ്റെ ഇവിടാണ് ലാസ്റ്റ് സോൺ വരുന്നത്. കില്ല് കുമ്മിയാലോ എന്ന് വെച്ച് കയറുകയാണ്. ഈ പടി തട്ടി മണ്ടക്കോട്ട് കയറിയപ്പോൾ തന്നെ ഒരുത്തൻ അവിടെ ചത്ത് വീണു. അപ്പോഴത്തേക്ക് നമുക്ക് ചെന്നാൽ മറ്റവൻ ഇവിടെ കാണും. അപ്പോഴത്തേക്ക് ചാടി ഒരുത്തൻ വരും. അപ്പോഴത്തേക്ക് അവന് ഡാമേജ് കൊടുക്കാൻ നോക്കിയിട്ട് വലുതായിട്ട് ഡാമേജ് ഒന്നും കയറില്ല. 14-ഒക്കെയാണ് കയറി. അപ്പോഴത്തേക്ക് അവനവിടെ ഗ്ലൂ വാൾ ഇട്ട്, എനിക്ക് തറയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഡാമേജ് തന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് മാക്സിമം മെഡ് അടിച്ചിട്ട് താഴോട്ട് ചാടി. കാരണം അവൻ താഴെ പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവനെ അടിക്കാൻ വേണ്ടി താഴോട്ട് ചാടിയിട്ട് വീണ്ടും മണ്ടയ്ക്കോട്ട് കയറി വെക്കുവാണ്. ഇഞ്ചെല്ലാം അടിച്ചിട്ട് മണ്ടയ്ക്കോട്ട് കയറി വെക്കുവാണ്. കാരണം അവൻ ആ പടിയെടുത്തും എല്ലാം നിപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഇവനെ ആരോ കില്ല് ഫിനിഷ് ചെയ്തു. അപ്പോൾ അവനെ ആരോ കൊന്നിട്ടേക്കുന്നു. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുകൂടെ ഒരു എനിമി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ മാക്സിമം കൊല്ലാൻ നോക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയും തൊട്ടടുത്ത് വന്നിട്ട് കൊന്നില്ലേ എന്ന് പറയത്തില്ല, ഈ വലിയ കില്ലെടുക്കാറിഞ്ഞൂടെ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോഴത്തേക്ക് അവനെ വേറെ ആരെങ്കിലും അടിച്ചെന്ന് തോന്നുന്നു. കാരണം അവനെ അവിടെ ഗ്ലൂ ഇട്ടിട്ടുണ്ടായിരുന്നു അവനവിടെ. അപ്പോൾ ഇതല്ല, ഒന്നെങ്കിൽ അവൻ തറയിൽ പോയി, എന്നെ കണ്ടിട്ട് തറയിൽ പോയതായിരിക്കും. ഇനി 2 അലൈവും കൂടെ ഉള്ളു കേസ്. അപ്പം ഇവൻ താഴോട്ട് പോയെന്ന് തോന്നുന്നു. അപ്പോൾ അവനെ അടിക്കാൻ വേണ്ടി ഞാൻ താഴോട്ട് ഇതിൻ്റെ അകത്തൊക്കെ കയറി നോക്കുമായിരുന്നു. ഇതിൻ്റെ അകത്തൊന്നും ആരും കണ്ടില്ല. ഈ 2 അലൈവും കൂടെ ഉള്ളു. നമ്മൾ കൂട്ടി 3 അലൈവ്, അല്ലാതെ 2 അലൈവും കൂടെ ഉള്ളു. അതിൻ്റെ ഇടയ്ക്ക് ലാഗടി. കാരണം എനിക്കിവിടെ റേഞ്ച് പറയാത്തതുകൊണ്ട് തന്നെ ലാഗുണ്ട് നല്ല രീതിക്ക്. അപ്പോഴത്തേക്കും അവിടെ നല്ല ഫൈറ്റ്, അവർ 2 പേരും കാരണം നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവന് ഒരു കില്ല് കുമ്മാൻ നോക്കിയതാണ്. പക്ഷെ അപ്പോഴത്തേക്ക് അവൻ അവിടെ ഗ്ലൂ വാൾ ഇട്ട്. അപ്പോൾ അവൻ ഗ്ലൂ വാളിൽ നിന്ന് പുറത്തിറങ്ങട്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് അവനവിടെ വീണ്ടും ഗ്ലൂ വാൾ ഇട്ട് ചുറ്റി നിന്ന് മെഡടിക്കുന്നു. ഇതുകൊണ്ട് അവനെ അടിച്ചവൻ അപ്പുറത്തുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഗ്ലൂ വാൾ പൊട്ടിക്കുന്ന സാധനം എടുത്തിറങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന മെഡടിക്കുന്ന രീതിയിലായി. പിന്നെ ഞാൻ കയറി ആ കില്ലിങ് കുമ്മി എടുത്തു. അവൻ അടിച്ചുകൊണ്ടിരുന്ന ഇല്ലെങ്കിൽ അപ്പോൾ നമ്മൾ അതിന് കുമ്മി. ഇതുകൊണ്ട് അവൻ എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് തരാൻ നോക്കി. അവന് ഞാൻ തിരിച്ച് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. അവനാണെങ്കിൽ കേസ് ഗ്ലൂ വാൾ ഇട്ടിട്ട് ഗ്ലൂ വാളിന് പുറത്തോട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടിയപ്പോഴത്തേക്ക് അവനെ അടിക്കാൻ പോയപ്പോഴത്തേക്ക് കേസ് അവൻ തിരിച്ച് നല്ല രീതിക്ക് ഡാമേജ് തന്നു. ഹെഡ് കയറി അവൻ നല്ല രീതിക്ക് ഡാമേജ് തന്ന് നമ്മളെ കൊന്നിരിക്കുന്നു. നമുക്ക് ഈ ഗെയിം പ്ലേയിൽ 41+ കാര്യങ്ങളും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. മാക്സിമം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.